അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ലൊരു ഓട്ടട റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി കുറച്ച് മാവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2-3 ഏലക്ക പൊടിച്ചത്, അല്പം ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി കുഴച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ഓട്ടടയിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴയില പിന്നെ എടുത്തിട്ടുണ്ട്. ചെറിയ വാഴയില നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലാണ് നമ്മൾ മാവ് അങ്ങോട്ട് പരത്തി വെച്ച് ചട്ടിക്കകത്തോട്ട് വെച്ച് നമ്മുടെ ഓട്ടട അങ്ങോട്ട് റെഡിയാക്കാൻ പോകുന്നത്. അന്നേരം മാവ് കുഴയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് ജീരകം, പിന്നെ പൊടിച്ചു വെച്ചേക്കുന്ന ഏലക്ക അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് ലൂസാക്കി കുഴച്ചങ്ങോട്ട് എടുക്കാം. മാവ് അന്നേരം നല്ലപോലെ കുഴച്ച് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലക്കകത്തോട്ട് വെച്ച് അവിടെ പരത്തി കൊണ്ടെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ എടുത്ത് അങ്ങോട്ട് പരത്താം. എന്നാൽ ഇലക്കകത്ത് നല്ലപോലെ പരത്തി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താലേ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും നല്ലപോലെ പരത്തി തേങ്ങയൊക്കെ വെച്ച് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. അന്നേരം ഓട്ടട റെഡിയാക്കാനായിട്ട് ഇലക്കകത്തെല്ലാം നല്ല രീതിയിൽ പരത്തി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അങ്ങോട്ട് ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് ചട്ടിക്കകത്തോട്ട് വെച്ച് അതിൻ്റെ മേളിൽ ഒരല്പം വെയിറ്റ് ഒക്കെ അങ്ങോട്ട് വെച്ച് നല്ലപോലെ നമ്മുടെ ഓട്ടട അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആദ്യത്തെ അട അങ്ങോട്ട് ചട്ടിക്കകത്തോട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് അല്പം വെയിറ്റ് കൂടെ അങ്ങോട്ട് നല്ലപോലെ ഇരുന്ന് അവിടെ വേഗം. ഇനി നമുക്ക് നമ്മൾ ഓട്ടട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് റെഡിയായിട്ടുണ്ടാവും. ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് വെയിറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അന്നേരം നമ്മുടെ ആദ്യത്തെ ഓട്ടട ഏകദേശമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ഓട്ടട കൊണ്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ അടുത്ത അടയും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തങ്ങോട്ട് മാറ്റാം. ഇനി അടുത്ത കൊണ്ട് വെക്കാം. അന്നേരം നമ്മുടെ അടുത്ത ഓട്ടടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഓട്ടടയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം നമ്മുടെ ലാസ്റ്റിലത്തെ ഓട്ടടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് മാറ്റാം. അന്നേരം നമ്മുടെ ലാസ്റ്റിലത്തെ ഓട്ടടയെ നല്ലപോലെ റെഡിയാക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഓട്ടടയൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കിയെല്ലാം തീർന്ന് ഇത് മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇത് ഓട്ടട നമ്മൾ കുറേ നാളായിരുന്നു കഴിച്ചിട്ട്. അന്നേരം ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ഇതിലേക്ക് വാങ്ങി ചെറുതാക്കി കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ടേസ്റ്റോടു കൂടി തന്നെ കഴിക്കാൻ പറ്റി. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു 4 മണിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരങ്ങളിലൊന്നായിരുന്നത്. ഇതിൻ്റെ കൂടെ
കട്ടൻ കാപ്പിയോ പാൽ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴൊന്നും ആൾക്കാർ അതിനൊന്നും മെനക്കെടാറില്ല, കാരണം അതിനൊക്കെ അല്പം ടൈം കൂടുതൽ വേണ്ടിയതുകൊണ്ട് ഉണ്ടാക്കാനൊന്നും ആരും ശ്രമിക്കാറില്ല. എന്നാലും കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അന്നേരം നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓട്ടട ഉണ്ടാക്കി കഴിച്ചിരിക്കുക.